ഹലോ ഹായ് സിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉണക്കമീൻ കറിയാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റോടുകൂടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ മുള്ളെന്ന് പറഞ്ഞ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉണക്കമീൻ ആയതുകൊണ്ട് ഇത് ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ടുവച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പകുതി തക്കാളി ഇട്ടെടുക്കുന്നുണ്ട്. അത് വലിയ തക്കാളി ആയതുകൊണ്ട് പകുതി, ചെറുതാണെങ്കിൽ ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ചെടുത്തത് നമ്മൾ കറി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളി പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉണക്കമീൻ കഴുകി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കറിയിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഉപ്പുമീനായതുകൊണ്ട്, ഉപ്പിട്ട ഉണക്കമീനായതുകൊണ്ട് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി കറി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക് അതിലേക്ക് ഇട്ടുകൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിട്ടുണ്ട്, അതും ഇട്ടെടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പാത്രം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് കറി എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.